തൃശ്ശൂരിൽ നിന്ന് നടരാജ് പരശുറാം ചേരുകയാണ്. നടരാജ്, അക്യൂപഞ്ചർ ഒരു ചികിത്സാ രീതി പോലുമാണോ എന്ന് പലരും സംശയിക്കുന്ന ഒരു കാലത്ത് ഒരു സ്ത്രീയെ പ്രസവത്തിന് വിധേയാക്കുമ്പോൾ അക്യൂപഞ്ചർ വഴി പ്രസവം നടത്തിക്കളയാം എന്ന് കരുതുന്ന ഒരു കുടുംബം, അത് പല ചാനലിലും ഇന്ന് ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ അക്യുപഞ്ചറിന്റെ പ്രസവം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു വാർത്താ ചാനലിലെ അവതാരകൻ പറയുന്നത് ഇതൊരു ചികിത്സാ മാർഗമാണോ എന്ന് പോലും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹത്തിനോടൊക്കെ ഇത് ആരാണ് പറഞ്ഞത്? കാരണം ഒന്നിരിക്കലും ആധികാരികമായിട്ട് അറിയാൻ പാടില്ലാത്ത സംഭവത്തെക്കുറിച്ച് സംസാരിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും പരസ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്തോളൂ, പരസ്യം ചെയ്തോളൂ. പക്ഷെ എന്നാലും നമ്മളൊരു നീതി പുലർത്തണം. കാരണം എന്തിനും ഒരു എത്തിക്സ് ഉണ്ട്. അപ്പോൾ ധാർമ്മികത പുലർത്തിയിട്ട് വേണം നിങ്ങൾ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ചികിത്സാ മാർഗ്ഗമാണ് അക്യുപഞ്ചർ എന്നുള്ളത്. കേരളത്തിൽ അതിന് കൗൺസിൽ ഇല്ല. കൗൺസിൽ ഇല്ലാത്തതിൻ്റെ അർത്ഥം അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നല്ല. ചൈനയിൽ തന്നെ രണ്ടാമത്തെ ചികിത്സാ മാർഗ്ഗമാണ്. ലോകത്ത് തന്നെ അലോപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്നത് അക്യുപഞ്ചറിൽ തന്നെയാണ്. അപ്പോൾ അതൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അതൊരു ചികിത്സാ മാർഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവതാരകന് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഒരു വാർത്ത വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് വേണ്ടേ നമ്മളിതൊക്കെ വായിക്കാനായിട്ട്. അതൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത തോന്നാം. പക്ഷേ ഒരു അക്യുപഞ്ചർ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു TCM പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണർത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ നടന്ന വിഷയത്തിൽ ചാവക്കാടിൽ ഒരു സ്ത്രീ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്. പക്ഷെ പല വാർത്താ ചാനലിലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലും യൂട്യൂബ് ചാനലിലൊക്കെ ചില ആൾക്കാർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ബില്ല് സഹിതം പറഞ്ഞുകൊണ്ട്. കാരണം 15-ാം തീയതി വൈകുന്നേരം 10:45 അഡ്മിറ്റ് ആവുന്ന സ്ത്രീ 18-ാം തീയതി ഡിസ്ചാർജ് മീൻസ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനും ഞാനൊരു അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. പക്ഷേ ഈ 18-ാം തീയതി 2 ദിവസത്തിനുള്ളിൽ അവർ ഡിസ്ചാർജ് ആവും. 2 ദിവസവും ഇല്ല, 1.5 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും അവരുടെ ബില്ല് എന്ന് പറയുന്നത് 1 lakh സംതിങ് ആണ്. അതിൽ ഫാർമസിയുടെ മാത്രം ബില്ല് വരുന്നത് 80,000 സംതിങ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു 1.5 ദിവസം കൊണ്ട് ഇത്രയും മരുന്നുകളുടെ ആവശ്യകത വന്നിരുന്നു ഒന്നും നമുക്കറിയില്ല. കാരണം ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല. പക്ഷേ ജാനുവരിയിൽ പ്രസവം നടന്നത്, പ്രസവത്തോടുകൂടി കൊച്ചും മരിച്ചിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ചില ആൾക്കാർക്ക് വീട്ടിൽ തന്നെ പ്രസവിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇഷ്ടമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഹസ്ബൻഡ് അക്യുപഞ്ചർ പഠിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രം അക്യുപഞ്ചറിനെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് തികച്ചും തെറ്റാണ്. കാരണം എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം ഞാൻ അന്നും ഇന്നും ഉറച്ചു പറയുന്ന ഒരു കാര്യമാണ്, അക്യുപഞ്ചറിൽ പ്രസവം എന്നുള്ളൊരു സംഭവം ഇല്ല. ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സുഖപ്രസവത്തിന് അഥവാ നോർമൽ ഡെലിവറിക്കൊക്കെ. നമുക്ക് ചില ഇപ്പോൾ UB67 മോക്സിബേഷൻ കൊടുത്താൽ കൊച്ചിൻ്റെ തല തിരിഞ്ഞു വരാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ വോമിറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യണം, ക്ഷീണം മാറാനൊക്കെ അക്യുപഞ്ചർ നല്ല രീതിയിൽ പ്രവർത്തിക്കും. വല്ല പെയിൻ ഉണ്ടെങ്കിൽ അധികം ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കാണ്ട് പെയിൻ മാറാനൊക്കെ ആയിട്ട് അക്യുപഞ്ചറിൽ ഫലപ്രദമാണെന്ന് ഒത്തിരി റിസർച്ച് ബേസ്ഡ് ആയിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ പ്രസവം എടുപ്പിക്കുക എന്നുള്ളൊരു സംവിധാനം ഒന്നും അക്യുപഞ്ചറിൽ എവിടെയില്ല. കാരണം ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ആരുടെയും പ്രസവം എടുത്തിട്ടുമില്ല. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വന്നാൽ പോലും നമുക്ക് ഇന്ന് അറിയാം ആധുനിക കാലം അല്ലെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഹെൽത്ത് സെക്ടറിൽ ആരോഗ്യ മേഖലയിൽ വളരെ വളർന്നിരിക്കും. ഞാൻ ഇന്നും പറഞ്ഞാണ് റോബോട്ടിക് സർജറി നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നാൽ പോലും ഈ പറയുന്ന ആൾക്കാരുടെ ഹെൽത്ത് കൺസേൺ ചെയ്യണ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രസവം വീട്ടിൽ തന്നെ നടത്തണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനെ ഒരിക്കലും അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കുക. അതും ശരിയായിട്ടുള്ള അക്യുപഞ്ചറും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ എന്താ പറയുക വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിൽ എല്ലാ അക്യുപഞ്ചറിനെയും ഒന്നടങ്കം ആക്ഷേപിക്കരുത്. കാരണം നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പ്രൊഫഷണലേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് അക്യുപഞ്ചറിനെ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയായില്ല. അക്യുപഞ്ചറിലൂടെ എല്ലാവരും മരിച്ചിരിക്കുന്നത്. കാരണം മുടിനാരിൻ്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള നീഡിൽസ് കുത്തിയാലൊന്നും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരണമെന്നില്ല. അവർ ഓൾറെഡി പറയുന്ന ഒരു രോഗിയായിരുന്നു, പല ഇൻഫെക്ഷൻസും പല വൂണ്ടും അതുപോലെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവർ 2 ദിവസത്തിനുള്ളിൽ മരണപ്പെടുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക അക്യുപഞ്ചറുമായിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഇത് അങ്ങനെ ഒരു അക്യുപഞ്ചറല്ല. പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന TCMൽ അങ്ങനെ യാതൊരു സംഭവവും ഇല്ല.
അപ്പോൾ നിങ്ങൾക്ക് ഭയം കൂടാണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിന് വരാം. ഇവിടെ അങ്ങനത്തെ യാതൊരുവിധ സംവിധാനങ്ങളോ പ്രസവം വീട്ടിൽ തന്നെ എടുക്കാനോ മരുന്ന് നിർത്താനോ നമ്മൾ പറയുന്നില്ല. അതൊന്നും ഒരു അക്യുപഞ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൈറ്റ്സ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സാ മാർഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ വീണ്ടും ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരണമല്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളും അവരുടെ കേസ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. പിന്നെ ചികിത്സിക്കാൻ അവർ പോയില്ല എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ റൂമറുകൾ അടിച്ചു വിടുന്ന ഈ വാർത്താ ചാനലുകൾ ഒക്കെ ഇത്തരം ബ്ലണ്ടേഴ്സ് ഒന്നും അടിച്ചു വിടാണ്ടിരിക്കുക കേട്ടോ. താങ്ക് യു.